ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് Yes, അവർ Pastor. ശുശ്രൂഷിക്കാൻ പോകും. Oh, please come ahead. Praise the Lord. There's so much of freedom in the church. Those of you are not used to it. I believe that the word tells us that man has dominion. Yes or no? ദൈവത്തിന്റെ വചനം പറയുന്നത് മനുഷ്യൻ അധികാരമുണ്ടെന്ന്. നിങ്ങൾ yes or no എന്ത് പറയുന്നു? Amen. That negative thought that comes up in our mind, നമ്മുടെ മനസ്സിൽ വരുന്ന അശുഭകരമായ ഒരു ചിന്തയുണ്ട്. when we agree with it and speak it out, അത് അതിനോട് നമ്മൾ സമ്മതിക്കരുത്, സംസാരിക്കരുത്. it's given the devil authority in our lives. നെഗറ്റീവായിട്ട് അശുഭകരമായ കാര്യങ്ങൾ മനസ്സിൽ വരുന്നത് നിങ്ങൾ സംസാരിച്ചാൽ അത് പിശാചിന് അവകാശം കൊടുക്കുവാൻ സാധ്യതയുണ്ട്. I believe that this time has come for us to agree that we are no longer fighting the enemy, but we are to administer his defeat. Amen. നമ്മൾ ശത്രുവിനോട് യുദ്ധത്തിന് പോകാനല്ല, അവന്റെ പരാജയം നമ്മൾ ശുശ്രൂഷിക്കുവാൻ, അവനോട് പറയുവാൻ നീ പരാജയപ്പെട്ടവനാന്ന് പറയാനാ നമ്മൾ ഒരുങ്ങേണ്ടത്. അതിന് നമുക്ക് എഗ്രി ചെയ്യാം. ഹല്ലേലൂയ. So let's change our vocabulary a little bit. നമ്മുടെ സംസാര And രീതികളും let's begin വാക്കുകളൊക്കെ to. മാറ്റും. We are born again. We are citizens of heaven. Yes. നമ്മൾ രക്ഷിക്കപ്പെട്ടവരും സ്വർഗത്തിലെ പൗരന്മാരുമാണ്. It's time to start speaking the language of heaven. സ്വർഗത്തിലെ ഭാഷ നാം സംസാരിക്കാൻ An തുടങ്ങണം. overcoming life in Jesus. യേശുവിൽ ഒരു അതിജീവിക്കുന്ന ജീവനാണ് നമുക്കുള്ളത്. Powered by the Holy Spirit. പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. Amen. Oh, Amen. me. Amen. Thank you, Pastor. Praise the Lord. Praise the Lord. Thank you. You know, for those of you who are coming for our church for the first time, we have designed this church in a very different way. ആദ്യമായിട്ട് ഈ ചർച്ചിൽ വരുന്നവരോട് അറിയിക്കുകയാണ്, ഈ സഭ ഒരു പ്രത്യേക രീതിയിൽ ദൈവം നയിക്കുന്ന സഭയാണ്. There is freedom in the presence of God to speak a word of exhortation. ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും You know, ദൈവം തരുന്ന വചനം this freedom is പ്രസ്താവിക്കാനും possible because right now we have so many people. ആ സ്വാതന്ത്ര്യം നമുക്കുള്ളത്, നമുക്ക് ഇത്രയും പേരെ ഇപ്പോഴുള്ളൂ. അതുകൊണ്ട് Once when the number grows, ആളുകളുടെ എണ്ണം കൂടുമ്പോൾ this kind of things won't be possible. So you know what we do? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നടക്കാൻ സാധ്യത We കുറവുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? have big meetings in homes. അതുകൊണ്ട് നമുക്ക് ഭവനങ്ങളിൽ വലിയ മീറ്റിംഗുകൾ How many ദൈവം of you തന്നിട്ടുണ്ട്. understand the vision? എത്ര പേർക്ക് ദർശനം മനസ്സിലായി? There, that is where we are nurtured. അവിടെയാണ് നമ്മൾ ഹല്ലേലൂയ നമ്മൾക്ക് ആരോഗ്യമുണ്ടാകുന്നത്. Amen. ആമേൻ. And there are so many different ways in which the Holy Spirit is designing this church. പല വ്യത്യസ്തമായ രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഈ സഭയെ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നത്. Another way in which the church is being led is purely the leading of the Holy Spirit. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ സഭ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ In നയിക്കപ്പെടുന്നു. other words, we do what He tells us to do. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മ പറയുന്നത് അതുപോലെ ചെയ്യുന്നു. We can have ideas, we can tell Him to empower us. He may do that. നമ്മുടേതായ ആശയങ്ങൾ കാണും, അതിനായി നമ്മളെ ശക്തീകരിക്കാൻ നമ്മൾ പറയാൻ പറ്റും, അത് ചെയ്യും. He will stand with us to a great extent. അതിനായി ഒരു പരിധി വരെ പരിശുദ്ധാത്മ നമ്മളെ സഹായിക്കും. And we do that. നമ്മളത് ചെയ്യും. But beyond that point, എന്നാൽ ഒരു പരിധിക്ക് അപ്പുറം every moment we say, Lord, you do what you like to do. എപ്പോഴും നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവേ അങ്ങയുടെ ഇഷ്ടം എന്താണ് നിവർത്തിച്ചാട്ടെ. That is why all these things are happening. അതുകൊണ്ടാണ് ഇതൊക്കെ അത്ഭുതകരമായ കാര്യങ്ങൾ നടക്കുന്നത്. We refuse to be stereotyped into any human fashion. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സമ്പ്രദായത്തിന് ഒത്തവണ്ണമാകുവാൻ നമ്മൾ ഒരിക്കലും കൂട്ടാക്കുകയില്ല. People have fought with me. ആളുകൾ എന്നോട് യുദ്ധം ചെയ്തിട്ടുണ്ട്. Some of them left the church. ചിലരുടെ സഭ വിട്ടുപോയി. They spread tales about us. അവര് ദുർവർത്തമാനങ്ങൾ പരത്തി. But Jesus has proved that He is alive. എന്നാൽ യേശു വീണ്ടും തെളിയിച്ചു താൻ ജീവിക്കുന്ന ദൈവമാണ്. Hallelujah. ആമേൻ. Praise the Lord. Hallelujah. I just want to share a word with you in Romans 8:11. Hallelujah. നമ്മൾ Amen. ശരിയായ രീതിയിലാണ് പോകുന്നത് എന്ന് ദൈവം ദൈവത്തിന്റെ വചനം നമ്മളെ അത് മനസ്സിലാക്കി. Hallelujah. ആമേൻ. Yes. Hallelujah. Romans 8:11. റോമാലേഖനം 8:11. Now let's listen to this word. This is the word the Lord gave me this morning. ഇന്ന് രാവിലെ ദൈവം തന്ന വചനം ഇതാണ്. Hallelujah. സ്തോത്രം. Okay, now the freedom which we have when Pastor Damien will be preaching, I would expect all of us to be listening without interruption. ഹല്ലേലൂയ. കർത്താവിന്റെ പാസ്റ്റർ ഡാമിയൻ ശുശ്രൂഷിക്കുമ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. All right. Romans 8:11. റോമാലേഖനം 8:11. But if the spirit of him that raised up Jesus from the dead dwell in you. കർത്താവ് യേശുക്രിസ്തുവിനെ മരിച്ചതിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളെ ജീവിക്കുന്നു എങ്കിൽ He that raised up Christ from the dead shall also quicken your mortal bodies by his spirit that dwelleth in you. ഹല്ലേലൂയ. നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ആ മർത്യാവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കും. Amen. ഹല്ലേലൂയ. Why did I speak this word? This morning this verse came to me
very powerfully. As I was praying. ശക്തമായിട്ട് ദൈവം ഇന്ന് തന്ന വചനമാണ്, അതുകൊണ്ട് പറയുന്നത്. And it goes very well with what Pastor Damin was sharing yesterday. Those of you came yesterday, you would know what he was sharing yesterday. ഇന്നലെ കർത്താവിന്റെ ദാസനിൽ കൂടി നമ്മൾ കേട്ട വചനത്തോട് ചേർന്ന് പോകുന്ന ഒരു വചനമാണിത്. Even tonight, you can tell people he'll be sharing on the same thing about the spirit, soul, and body. ഇന്ന് നിങ്ങൾക്ക് ആളുകളോട് പറയാം, അവരെ വിളിച്ചുകൊണ്ട് വരാം, അതേ ആത്മാവ്, ദേഹി, ദേഹം എന്ന വിഷയത്തെ പറ്റി. So, what is the prominence of my sharing this word? അതിന്റെ ഞാൻ ഇത് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? We as a church have had many men of God coming and imparting the pure word of God and the Holy Spirit to us. ഹല്ലേലൂയ. നമ്മളെ കാണുവാനിടയായി അനേക ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാരെ ദൈവം നമ്മുടെ മധ്യത്തിൽ അയച്ച് അവരിൽ കൂടി നമ്മളിലേക്ക് പകരുവാനും ശുദ്ധമായ ദൈവവചനം നമ്മളോട് പറയുവാനും ഇടയായി. Yes? ഹല്ലേലൂയ. Or no? സ്തോത്രം. Yes. Or many of you have come for the first time in your churches, that also happened. നിങ്ങൾ ആദ്യമായിട്ട് വന്ന നിങ്ങളുടെ സഭകളിൽ അങ്ങനെ ഉണ്ടാകട്ടെ. But we have a responsibility. ഇത് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. That we see in this word. അത് നമ്മൾ ഇവിടെ കാണുന്നു. If the spirit of him that raised up Jesus dwell, D-V-W-E-L-L, dwell. കർത്താവ് യേശുവിനെ മരിച്ചതിൽ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ. In other words, all the impartation that is coming to you from the Holy Spirit through anointed servants of God must reside in you. അതിന്റെ അർത്ഥം നമ്മളിലേക്ക് പകരപ്പെട്ടതായിട്ടുള്ള ആ അനുഗ്രഹങ്ങൾ, ഇമ്പാർട്ടേഷൻസ്, ആത്മപകർച്ചകൾ, വചനങ്ങൾ, അതെല്ലാം നമ്മൾ നിലനിൽക്കുന്നുവെങ്കിൽ, വസിക്കുന്നുവെങ്കിൽ. If you go for a Catherine Kuhlman meeting, you can be pretty excited, on fire. അല്ലേ, കാതറിൻ കുൽമാൻ മീറ്റിംഗ് പോയാൽ നമുക്ക് ഒത്തിരി ഉത്സാഹം തോന്നും, നമ്മൾ ആത്മാവിൽ ശക്തിപ്പെടും. If you go to any of these big evangelists, you can be on fire. വലിയ ഇവാഞ്ചലിസ്റ്റുമാരുടെ ഒക്കെ മീറ്റിംഗ് പോയാൽ നമുക്ക് വലിയ ആത്മസാന്നിധ്യം അനുഭവപ്പെടും. But on the fourth day, എന്നാൽ നാലാം ദിവസം we can still go back to the old level. പഴയ നിലയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകാൻ പറ്റും. Here we are committed that we go from level 1 up, and the way is going down. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഇവിടെ തീരുമാനിച്ചിരിക്കുന്ന തീരുമാനം, നമ്മുടെ സമർപ്പണം ഇതാണ്, നമ്മൾ ഒരിക്കലും താഴോട്ട് പോകത്തില്ല, മുകളിലേക്ക് പോകും. We want to keep the flow of the Holy Spirit in us. നമ്മളിൽ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ചകളും ശക്തിയും നമ്മൾ സൂക്ഷിക്കും, നിലനിർത്തും. Because the Bible says, എന്തുകൊണ്ടെന്നാൽ വചനം പറയുന്നു, if the spirit of him that raised up Jesus from the dead dwell in you, ക്രിസ്തുയേശുവിനെ മരിച്ചതിൽ ഉയർപ്പിച്ച ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എങ്കിൽ, then he shall quicken your mortal bodies. എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ അവൻ ഉയർപ്പിക്കും. Our responsibility is given in the word dwell, D-W-E-L-L. ഹല്ലേലൂയ. വസിക്കുക എന്ന പദമാണ്, അത് സൂക്ഷിക്കുക എന്നുള്ള പദമാണ് നമ്മുടെ ഉത്തരവാദിത്വം. He will do it, ദൈവം അത് ചെയ്യും. but we need to agree with him. നമ്മൾ കർത്താവിനോട് അതിനായി He യോജിക്കും. is not a guest in our hearts. Our heart belongs to him. He is the owner. He is the creator. He is everything. Some of you are not listening. ഹല്ലേലൂയ. നിങ്ങൾ ചിലർ ശ്രദ്ധിക്കുന്നില്ല, നമ്മുടെ ജീവിതത്തിലെ ഒരു അതിഥിയല്ല യേശു. നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം എല്ലാം അവന്റെ വകയാണ്. Now all of you are listening. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. Jesus is not a guest. യേശു ഒരു അതിഥിയല്ല. Jesus is forever in us. യേശു നിത്യമായി നമ്മളിൽ വസിക്കാൻ Man വന്നതാണ്. is the dwelling place of God. ദൈവത്തിന്റെ അധിവാസ സ്ഥാനമാണ് മനുഷ്യൻ. That's an exciting thought, people of God. അതൊരു ഉത്സാഹഭരിതമായ ചിന്തയാണ്. So when people of God come in our midst, അതുകൊണ്ട് ദൈവത്തിന്റെ മക്കൾ നമ്മുടെ മധ്യ the വരുമ്പോൾ, spirits are so open to receive something. നമ്മുടെ ആത്മാവ് വലിയ കാര്യങ്ങളെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുക. We may know these things in our intelligence. നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് മനസ്സിലാകാം, That is no value. അതിന് വിലയില്ല. We need to submit and listen. Lord, thank you. നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് ഇതിനെ സ്വീകരിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. You know when an impartation takes place? എപ്പോഴാണ് ആത്മപകർച്ച നടക്കുന്നത്? Only in the spirit of submission. ഹല്ലേലൂയ. നമ്മൾ വിധേയപ്പെട്ടിരിക്കുമ്പോൾ മാത്രം. I taught this church many months ago. അനേക മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ പഠിപ്പിച്ചതാണ്. Elisha was able to get something from Elijah because of one reason. ഹല്ലേലൂയ. ഏലിശായിക്ക് ഏലിയാവിൽ നിന്ന് ചിലത് പ്രാപിക്കാൻ കഴിഞ്ഞ ഒരു കാരണം കൊണ്ടാണ്. I'm going to say that quickly for some of you who have come for the first time. ആദ്യമായി വരുന്നവർക്ക് വേണ്ടി പെട്ടെന്ന് പറയട്ടെ. Elisha was walking with Elijah. ഏലിശ ഏലിയാവിനോട് കൂടെ He നടക്കുന്നവനാണ്. knew all the ways Elijah would minister. ഏലിയാവിന്റെ ശുശ്രൂഷയെല്ലാം നന്നായിട്ട് അറിയാം. He asked him for an anointing. ഒരു അഭിഷേകം ചോദിച്ചു. You know what Elijah told him? ഏലിയാവ് എന്താ പറഞ്ഞത്? If you can see. നിനക്കെന്നെ കാണാൻ Not പറ്റും. എന്നെ എന്ന് പറഞ്ഞില്ല. If you can see. നിനക്ക് കാണാമെങ്കിൽ What should you see in a man of God? ഒരു ദൈവദാസന് നിങ്ങൾ എന്ത് കാണണം? If you can see God himself in a man of God. ഒരു ദൈവത്തെ തന്നെ ആ ദൈവദാസൻ നിങ്ങൾക്ക് കാണാൻ If you പറ്റുമെങ്കിൽ, can see God in your Elijah, നിങ്ങളുടെ ഏലിയാവിൽ ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ impartation will take place. നിങ്ങൾക്ക് ആത്മപകർച്ച ലഭിക്കും. God imparts himself into himself. ദൈവം തന്നിലേക്ക് തന്നെയാണ് പകരുന്നത്. He imparts himself into the divine nature. സ്വർഗീയ സ്വഭാവത്തിലേക്കാണ് ദൈവം പകരുന്നത്. We are called to live in the divine nature. നമ്മൾ ആ സ്വർഗീയ സ്വഭാവത്തിന് കൂട്ടാളിയാകാൻ വിളിക്കപ്പെട്ടു. We are called to live in that. അതിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. It will grow. അത് വളരും.
Are we ready to receive something new today? ഇന്ന് പകൽക്കാലം പുതിയത് സ്വീകരിക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? And pray that it will remain and grow in us. അത് നമ്മൾ നിലനിൽക്കുവാനും വളരുവാനും പ്രാർത്ഥിക്കുമോ? Brother Jeffrey, please come forward. There's a lot of place here. സ്തോത്രം. Your place is right here in the front. ആമേൻ. Sister, you too, come. സ്തോത്രം. Thank you Jesus. Can we pray? ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. I just said that as an introduction, and I'm going to call Brother Damien and Sister Shema to come and minister. And I would request all of us to be listening and praying while we minister. ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാമിയനും സിസ്റ്റർ ഷെമിയും നമ്മൾ ശുശ്രൂഷിക്കും. And we are open as a church for any kind of a ministry the Lord wants to do today. ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് ശുശ്രൂഷയ്ക്കും നമ്മൾ അതിനെ സ്വാഗതം ചെയ്യും. Let's pray. പ്രാർത്ഥിക്കാം. Hallelujah. സ്തോത്രം ചെയ്യുന്നു. Father, we just humble ourselves. Thank you because you choose to dwell in us. Thank you because you are in us. Christ in us, the hope of glory. We believe it, we declare it. We pray, Lord, even as you impart today, we will be able to be responsible, to be good stewards of all that is in us for a greater glory to come. Lord, bless and anoint your children this morning. We call them your children. We love them in you. We pray that they'll be rested, comforted. We pray that in the days to come, they will see greater things in their ministry. Hallelujah. Thank you, Jesus. I thank you for the word worldwide, which I hear. I declare it upon them as a blessing. Lord, release upon them all that you would want to release today. In Jesus' name. Amen. The people of God said, Amen. Hallelujah. Let's welcome this man of God and this woman of God with a clap offering to the Lord. Hallelujah. 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 Praise the Lord. Shall we read a scripture portion? നമുക്ക് ഒരുമിച്ച് ഒരു വേദവചനം വായിക്കാം. ഹലോ ചെക്ക്. Hello, check. Great, good. Psalm 133. സങ്കീർത്തനം 133. This is actually a very familiar psalm. ഇത് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു സങ്കീർത്തനമാണ്. But as we are in a tent, I believe this is very apt to read. നമ്മളൊരു ടെൻറ്റിലായി ഒരു കൂടാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ സങ്കീർത്തനം വായിക്കുന്നത് വളരെയധികം വളരെ യോജ്യമാണ് എന്ന് കരുതുന്നു. We are not going to read Psalm 133 the traditional way. ഇന്ന് നാം സങ്കീർത്തനം 133 പാരമ്പര്യ രീതിയിലല്ല വായിക്കാൻ പോകുന്നത്. Just to know the different ways of the Lord. ദൈവത്തിന്റെ വ്യത്യസ്തമായ വഴികളെക്കുറിച്ച് നമ്മളൊന്ന് അറിയാൻ പോകുകയാണ്. This is a new experience. ഇതൊരു പുതിയ അനുഭവമാണ്. Worshiping the Lord under a tent. ഒരു കൂടാരത്തിനടിയിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഒരു പുതിയ അനുഭവമായിരിക്കും. Are you there in Psalm 133? 133 സങ്കീർത്തനത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞുവോ? By the way, do you have it in your Bible, 133 Psalm? ഇവിടെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് തോന്നുന്നത് നിങ്ങളുടെ ബൈബിളിൽ ഇത് ഉണ്ടോ? You have it? ഉണ്ടോ? Wonderful. Let's read. ഒരുമിച്ച് ചേർന്ന് വായിക്കാം. Okay, 1, 2, 3. How good and pleasant it is when brothers live together in unity. It's like precious oil poured on the head, running down on the beard, running down on Aaron's beard, down upon the collar of his robes. It is as if the dew of Hermon were falling on Mount Zion, for the Lord
For there the Lord bestows his blessing, even life evermore. Amen. Can you say hallelujah? Hallelujah. Praise the Lord. Praise the Lord. Today I'm going to talk a topic that is very, very dear and intimate to God. ഇന്നത്തെ എൻ്റെ സന്ദേശം എന്നുള്ളത് വളരെയധികം ദൈവത്തിന് പ്രിയപ്പെട്ടതും അതുപോലെ ദൈവത്വവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ ഒന്നാണ്. How many of you are in the habit of taking down notes in a church? ഒരു സഭയിൽ വരുമ്പോൾ നോട്ട്സ് എഴുതിയെടുക്കുന്ന ആ ഒരു ശീലം എത്ര പേർക്കുണ്ട്? കൈയൊന്ന് ഉയർത്തി കാണിക്കാമോ? How many of you have notebooks, notepads or anything? നോട്ട്ബുക്കോ നോട്ട് പാഡുകളോ എന്തെങ്കിലും ഉള്ളവരൊന്ന് കൈ ഉയർത്താമോ? If you have not brought any one, you can type it in your mobile, no problem. നിങ്ങൾക്ക് ഇനി എഴുതിയെടുക്കണം എന്ന് തന്നെയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ടൈപ്പ് ചെയ്തെടുക്കാം, No problem. ഒരു പ്രശ്നവുമില്ല. Some way, through some means, we have to take down the notes. ഏത് വിധത്തിലാണെങ്കിലും ദൈവിക സന്ദേശങ്ങളുടെ നോട്ടുകൾ നാം കുറിച്ചെടുക്കേണ്ടതാണ്. So today's topic is fellowship. ഇന്നത്തെ വിഷയം എന്നുള്ളത് കൂട്ടായ്മ. Everybody say fellowship. കൂട്ടായ്മ. Hallelujah. I've been pastoring a church, maybe different churches for many years now. ഒത്തിരി നാളുകളായിട്ട് ഒത്തിരി സഭകളിൽ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. I have never been to any theological seminary. ഞാൻ ഇതുവരെയും ഒരു തിയോളജിക്കൽ ഒരു സെമിനാരി ഞാൻ പഠിച്ചിട്ടില്ല. Then how did you become a pastor? പിന്നെ നിങ്ങൾ എങ്ങനെ ഒരു പാസ്റ്ററായി? That is a big question. അതൊരു വലിയ ചോദ്യമാണ്. And that question is in my heart also. എൻ്റെ ഹൃദയത്തിലും ഉണ്ട് ഈ ചോദ്യം. I ask myself, why did I become a pastor? ഞാൻ എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എങ്ങനെ നീ ഒരു പാസ്റ്ററായെന്ന്. I wanted to become different things in this world. ഈ ലോകത്തിലെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. No, I wanted to become different things in this world. ഈ ലോകത്തിലെ പല കാര്യങ്ങളായി തീരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചു. But the Lord made me a servant of God. എന്നാൽ ഒടുവിൽ ദൈവം എന്നെ ഒരു ദൈവ മകനായി ദൈവിക ശുശ്രൂഷകനായി മാറ്റി. Hallelujah. That is only explanation I can give you. എനിക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്ന വിശദീകരണം ഇത് മാത്രമാണ്. And whatever training I have received is from the Lord. ഞാൻ ദൈവത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച പരിശീലനം എന്നുള്ളത് ദൈവത്തിൽ നിന്നാണ് എനിക്ക് പരിശീലനം ലഭിച്ചത്. Hallelujah. Hallelujah. Of course God has used different men of God and women of God. ദൈവം ഒത്തിരി ദൈവദാസന്മാരെ ദാസിമാരെ ഉപയോഗിച്ചിട്ടുണ്ട്. And in my pastoral ministry I have found this one topic very, very important. എൻ്റെ പാസ്റ്ററൽ ശുശ്രൂഷയിൽ ഞാൻ കണ്ടെത്തിയ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ വിഷയം. Fellowship. കൂട്ടായ്മ. Let's read Acts chapter 4 and verse number 42. ഇനിയിപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വചനത്തിലേക്ക് വരാം. Acts 2 and verse number 42. Somebody read in English and somebody read in Malayalam. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വചനം. Amen. Somebody read in Malayalam too. 2:42. Hallelujah. That was the beginning of the church. ഇത് സഭയുടെ തുടക്കമായിരുന്നു. Hallelujah. That is the way the Lord grew the first century church. ആദ്യ നൂറ്റാണ്ടിലെ സഭയെ ഈ വിധത്തിലായിരുന്നു ദൈവം വളർത്തിയെടുത്തത്. And even in the 21st century the Lord wants to lead the church in the same way. 21-ാം നൂറ്റാണ്ടിലും ദൈവം സഭകളെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഈ വിധത്തിൽ തന്നെയാണ്. Hallelujah. Hallelujah. God's principles will never change. ദൈവത്തിന്റെ തത്വങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. Hallelujah. The word used for fellowship in Greek is koinonia. ഗ്രീക്കിൽ കൂട്ടായ്മ എന്ന വാക്കിന് പറയപ്പെടുന്ന വാക്ക് കൊയിനോനിയ എന്നാണ്. I think all of you know that word. ഒരുപക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വാക്ക് അറിയാമായിരിക്കും. But just let's say it, koinonia. എന്നാൽ എല്ലാവരും ചേർന്ന് ആ വാക്കൊന്ന് പറയാമോ? കൊയിനോനിയ. Say it again. കൊയിനോനിയ. Tell a neighbor. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയാമോ? കൊയിനോനിയ. Tell the person this side. ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറയാമോ? കൊയിനോനിയ. Tell everybody koinonia. ഉറക്കെ ശബ്ദത്തിൽ. Touch somebody and say, we are in a beautiful koinonia. ആരെങ്കിലും തൊട്ടിട്ട് പറയാമോ? നമ്മൾ ഇന്ന് മനോഹരമായ കൊയിനോനിയയിലാണ്. കൂട്ടായ്മയിലാണ്. കൂട്ടായ്മയിലാണ്. Hallelujah.
We are in a beautiful koinonia. നാം ഇന്നായിരിക്കുന്നത് മനോഹരമായ ഒരു കൊയിനോനിക്കകത്താണ്. Hallelujah. Amen. Do you enjoy this? നിങ്ങൾ ഇത് സന്തോഷിക്കുന്നുണ്ടോ? Hallelujah. Amen. Koinonia has different implications, different meanings. കൊയിനോനിയയ്ക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ട്, ഒത്തിരി വശങ്ങളുണ്ട്. And one of the meaning is this, that which is in common. അതിന്റെ ഒന്നാമത്തെ അർത്ഥം എന്നുള്ളത് അത് പൊതുവിലായിട്ടുള്ള ഒരു അർത്ഥമാണ്. Hallelujah. That which is in common. കോമൺ ആയിട്ടുള്ളത്, പൊതുവിലായിട്ടുള്ളത്. And the second one is sharing together. രണ്ടാമതായിട്ട് പങ്കുവയ്ക്കൽ. എല്ലാവരും പറഞ്ഞേ പങ്കുവയ്ക്കൽ. Sharing together. Koinonia means what? കൂട്ടായ്മ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഓർക്കണം the meaning, the real meaning of it. Sharing together. പങ്കുവയ്ക്കൽ. So if there is sharing going on in a congregation, there is fellowship there. ഒരു കൂട്ടത്തിനകത്ത് പങ്കുവെക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂട്ടായ്മയുണ്ടെന്നാണ് അർത്ഥം. Another meaning is partnership. അടുത്ത അർത്ഥം എന്നുള്ളത് പങ്കാളിത്തം. Everybody say partnership. എല്ലാവരും പറയാമോ? Another meaning is participation. മറ്റൊരു കാര്യമാണ് പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കെടുക്കൽ. Right? പങ്കുവയ്ക്കൽ. പങ്കെടുക്കൽ. Another meaning is intimacy. മറ്റൊരു അർത്ഥമാണ് ഇന്റിമസി അഥവാ അടുപ്പം. Hallelujah. So in a fellowship there should be intimacy. കൂട്ടായ്മയിൽ അടുപ്പമുണ്ടാകും. Another meaning is friendship. മറ്റൊരു അർത്ഥമാണ് സഖിത്വം. Friendship, comradeship, communion, all these are different meanings of fellowship. ഇതുപോലെ ആശയവിനിമയം, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെയാണ് കൂട്ടായ്മയുടെ വിവിധ വശങ്ങൾ അഥവാ അർത്ഥങ്ങൾ. Now listen to me, whatever I say today. ഞാൻ ഇന്ന് പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു കേൾക്കുക. Fellowship starts with God. കൂട്ടായ്മ ദൈവത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. In other words, our fellowship starts not with the church people but with God first. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ കൂട്ടായ്മ തുടങ്ങുന്നത് ഒരിക്കലും വിശ്വാസികളുമായിട്ടുള്ളതിൽ നിന്നല്ല, മറിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. When Adam was created, ആദം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ the first fellowship he had was not with his wife but with God. അവന്റെ ആദ്യത്തെ കൂട്ടായ്മ നടന്നത് അവന്റെ ഭാര്യയോട് ഒരുമിച്ചല്ലായിരുന്നു, മറിച്ച് അവന്റെ ദൈവവുമായിട്ടായിരുന്നു. Hallelujah. So for each and every one of us, the first fellowship, our fellowship starts with our God. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മുടെ കൂട്ടായ്മ തുടങ്ങുന്നത് ദൈവവുമായിട്ടാണ്. So fellowship starts with God and extends to others. ഇനി കൂട്ടായ്മ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തുടങ്ങുന്നെങ്കിലും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അത് നീണ്ടുകിടക്കുന്നു. Hallelujah. The very purpose behind God creating us is for us to have, or for him to have, a fellowship with us. ദൈവത്തിന് നമ്മെ സൃഷ്ടിക്കാനുള്ള, നമ്മെ ഇതുപോലെ കൊണ്ടെത്തിക്കാനുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്നുള്ളത് ദൈവവുമായിട്ടും മറ്റുള്ളവരുമായിട്ട് നാം കൂട്ടായ്മ ആചരിക്കാൻ വേണ്ടിയിട്ടാണ്. Somebody say amen. എത്ര പേർ ആമേൻ പറയും? Hallelujah. Now, as we all know, man lost his fellowship with God. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യൻ തന്റെ കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ അവന് നഷ്ടമായി. Now, Jesus had the redemption plan. എന്നാൽ അതിനു വേണ്ടിയിട്ട് യേശുവിന് ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതി He ഉണ്ടായിരുന്നു. came to this earth. ഈ ഭൂമിയിലേക്ക് അവൻ വന്നു. When he came to this world, one of his titles was Emmanuel. എന്നാൽ അവൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ അവന്റെ സ്ഥാനപ്പേരിൽ ഒരു പേരായിരുന്നു ഇമ്മാനുവേൽ. Emmanuel means what? ഇമ്മാനുവേൽ എന്ന് വെച്ചാൽ God with us. ദൈവം നമ്മോട് Meaning കൂടെ. fellowship. അതിന്റെ അർത്ഥം കൂട്ടായ്മ. Hallelujah. God came to dwell with us. ദൈവം നമ്മിൽ വസിക്കുന്നു. Matthew 1 verse number 22. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം. Just write it down. അതൊന്ന് എഴുതി വെക്കുക മാത്രം ചെയ്യുക. Genesis chapter 2 and verse number 18. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം. Man was not created to be alone. മനുഷ്യൻ ഏകനായിട്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. Meaning he should always live in fellowship with his God and fellowship with others. അതിന്റെ അർത്ഥം മനുഷ്യൻ എല്ലായ്പ്പോഴും ദൈവത്തോടും അപ്പോൾ തന്നെ സഹവിശ്വാസികളോടും സഹമനുഷ്യരോടും കൂട്ടായ്മ ഉള്ളവനായി ജീവിക്കണമെന്നുള്ളതാണ്. If you analyze yourselves, നിങ്ങൾ നിങ്ങളെ തന്നെ പരിശോധിച്ചാൽ,
you will find something inside of you. നിങ്ങളുടെ അകത്ത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. Deep within you, you have a desire for friendship and fellowship with others. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ കൂട്ടുകൂടാൻ വേണ്ടിയിട്ടുമുള്ള ഒരു ആഗ്രഹം അകത്തുണ്ട്. We are made for a corporate life. നമ്മളെല്ലാവരും ഒരു പൊതുവായിട്ടുള്ള കൂട്ടായ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. Psalm 68 and verse number 6. സങ്കീർത്തനം 68 6 വചനം പറയുന്നു, God sets the lonely in families. ദൈവം ഏകാകികളെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു. Do you have that in your Bible? നിങ്ങളുടെ 68 and verse number 6. 68 6 വചനം നിങ്ങളുടെ ബൈബിളിലുണ്ടോ? God sets the lonely in families. ദൈവം ഏകാകികളെ ഭവനത്തിൽ പാർപ്പിക്കുന്നു. Of course, there is the natural common families, human families, but I also take it as spiritual families. സാധാരണയായിട്ട് നമുക്കറിയാം, സ്വാഭാവികമായിട്ട് നമ്മുടെ സാധാരണ കുടുംബങ്ങൾ, ലോകപ്രകാരമുള്ള കുടുംബങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ആത്മീക കുടുംബത്തെ കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. Hallelujah. God sets the lonely in spiritual families called churches. അതായത് ദൈവം ഏകാകികളെ ദൈവികമായിട്ടുള്ള ആത്മീകമായിട്ടുള്ള ഭവനങ്ങളിൽ പാർപ്പിക്കുന്നു. അതായത് ദൈവസഭയിൽ പാർപ്പിക്കുന്നു. Did you listen to that? നിങ്ങളത് ശ്രദ്ധിച്ചു കേട്ടുവോ? None of us are called to live alone. നമ്മൾ ആരും തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ, ഏകാകികളായി ജീവിക്കാൻ വിളിക്കപ്പെട്ടിട്ടില്ല. In 21st century these days we have a lot of spiritual Christian channels. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് ഒത്തിരി ക്രിസ്ത്യൻ ചാനലുകൾ ലഭ്യമാണ്. Many people, they get a lot of preaching through TV channels. ഒത്തിരി ആളുകളും TV ചാനലുകളിലുള്ള പ്രസംഗങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്. And many people have this policy. I am getting a lot of international preaching in my home. ഒത്തിരി ആളുകളുടെയും പോളിസി ഇതാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകളുടെ സന്ദേശങ്ങൾ കിട്ടുന്നുണ്ട്. Why should I go to a church? അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനീ ഒരു സഭയിൽ പോകണം? Do you understand what I'm saying? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? But we are created to be in spiritual families, grow up in spiritual families. എന്നാൽ നാം ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ആത്മീക കുടുംബത്തിനകത്ത് നിൽക്കാനും അതിനകത്ത് നിന്ന് വളർന്നു വലുതാകാനും വേണ്ടിയിട്ടാണ്. Hallelujah. Can you say amen? Amen. Say amen or no man? Amen. Hallelujah. Praise the Lord. Suppose there are a lot of burning coals. ഇനി ചിന്തിക്കുക, കത്തുന്ന കൽക്കരികൾ. കൽക്കരികൾ ഉണ്ടെന്ന് കരുതുക. If you take each coal separate and throw it away, ഇനിയിപ്പോൾ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന കൽക്കരി കഷ്ണങ്ങളെ പല സ്ഥലത്തോട്ടും ചെതറിയിട്ടിരിക്കുന്നു എന്ന് കരുതുക. slowly each one will die out. കുറച്ചു നേരം കഴിയുമ്പോൾ അയ്യപ്പയ്യെ അത് ഓരോന്നും കെടാൻ തുടങ്ങും. But if you put them together, എന്നാൽ ഈ കൽക്കരി കഷ്ണങ്ങളെ ഒരുമിച്ച് ചേർത്താൽ it will burn for a long time. അത് കൂടുതൽ സമയങ്ങളോളം അത് കത്തിക്കൊണ്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. This is the way fellowships help us. ഈ വിധത്തിലാണ് കൂട്ടായ്മകൾ നമ്മെ സഹായിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. If you go separate, you will die out. നിങ്ങൾ ഒറ്റയ്ക്കായാൽ, ഏകാകിയായാൽ നിങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും. Hallelujah. Praise the Lord. Churches grow warmer through fellowship. അതുകൊണ്ട് സഭ വളരുന്നത് കൂട്ടായ്മയുടെ ചൂടിനകത്താണ്. Fellowship is a must for a healthy spiritual growth. അതുകൊണ്ട് ആത്മീകമായിട്ടുള്ള ആരോഗ്യപരമായ ആത്മീക വളർച്ചയ്ക്ക് കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. And people have different concepts about fellowship. കൂട്ടായ്മയെക്കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്തമായ ധാരണകളുണ്ട്. Fellowship breakfast, ഫെലോഷിപ്പ് ബ്രേക്ക്ഫാസ്റ്റ്, fellowship lunch, അതുപോലെ കൂട്ടായ്മ fellowship dinner. ലഞ്ച്, കൂട്ടായ്മ രാത്രി ഭക്ഷണം. It could be a part of these fellowships, but that is not fellowship. അതുകൊണ്ട് ഭക്ഷണം, ഈ പറഞ്ഞ ഭക്ഷണ രീതികളൊക്കെ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്, പക്ഷെ അതല്ല യഥാർത്ഥ കൂട്ടായ്മ. Are you with me? എന്റെ കൂടെ ഉണ്ടോ? The real fellowship demands sacrifice and accountability. യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ അത് നമ്മുടെ ത്യാഗ മനോഭാവത്തെയും നമ്മുടെ കണക്കുകൾ ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. Hallelujah. Praise the Lord. We should be
committed to that fellowship. നാം ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി സമർപ്പണമുള്ളവരായി We മാറണം. should be sacrificial in the fellowship. കൂട്ടായ്മയ്ക്കകത്ത് നാം ത്യാഗ മനോഭാവമുള്ളവരായി മാറണം. Hallelujah. ഹല്ലേലൂയ. I can show you 3 levels of fellowships right now. എനിക്ക് 3 തലത്തിലുള്ള കൂട്ടായ്മകളെ കുറിച്ച് നിങ്ങളെ കാണിച്ചു തരാൻ As സാധിക്കും. I told you, number 1 fellowship should be with God. ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ കൂട്ടായ്മ ആരോടായിരിക്കണം? ഒന്നാമത് ദൈവത്തോടായിരിക്കണം. Everybody say fellowship with God. ദൈവത്തോടുള്ള കൂട്ടായ്മ. Say it again. ദൈവത്തോടുള്ള കൂട്ടായ്മ. Write it down. Number 1, fellowship with the Father. Fellowship with God the Father. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ അതിന്റെ ഒന്നാമത്തെ ഭാഗമാണ് പിതാവാം ദൈവത്തോടുള്ള കൂട്ടായ്മ. 1 John chapter 1 verse number 3. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. You don't need to read it, but write down the references. ആ റെഫറൻസ് ആ ബൈബിൾ വചനം പിതാവാം ദൈവം എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എഴുതി വെക്കണം. 1 യോഹന്നാൻ 1:3. 1 John 1:3. 1 യോഹന്നാൻ 1:3. Everybody say fellowship with the Father. പിതാവുമായുള്ള കൂട്ടായ്മ. Hallelujah. The second one is fellowship with Christ. രണ്ടാമത്തെ കൂട്ടായ്മയാണ് ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ. 1 Corinthians chapter 1 verse number 9. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാമത്തെ വചനം. Hallelujah. Fellowship with Christ. Everybody say fellowship with Christ. എല്ലാവരും ചേർന്ന് പറയാമോ? ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ. Hallelujah. Number 3, fellowship with the Holy Spirit. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ. 2 Corinthians chapter 13 verse number 14. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം. Hallelujah. Are you taking down notes? നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? Good boys, good girls. നല്ല ആൺകുട്ടികളും പെൺകുട്ടികളും. Hallelujah. ഹല്ലേലൂയ. So first level is fellowshipping with our God. ഒന്നാമത്തെ തലം എന്നുള്ളത് നമ്മുടെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. Is that clear? നിങ്ങൾക്കത് മനസ്സിലായോ? Number 2, fellowship with ministers of God. രണ്ടാമതായിട്ട് ദൈവിക ശുശ്രൂഷകരുമായുള്ള കൂട്ടായ്മ. 1 John 1 chapter 1 verse 3. The same verse again. 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വചനം. Acts chapter 2 and verse number 42. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 42-ാമത്തെ വചനം. We read there already. They had a fellowship with the apostles. അവിടെ നാം വായിച്ചു കഴിഞ്ഞു അവർക്ക് അപ്പോസ്തലന്മാരുമായിട്ട് കൂട്ടായ്മയുണ്ടായിരുന്നു. Hallelujah. So all of you coming to this congregation should have a beautiful fellowship with the man of God and the other ministers of this ഈ congregation. കൂട്ടായ്മയിൽ വരുന്ന എല്ലാവർക്കും ഇവിടെയുള്ള ദൈവദാസനോടും അതുപോലെ ദൈവിക വേലയിൽ നിൽക്കുന്നവരുമായിട്ട് ഒരു കൂട്ടായ്മ എല്ലായ്പ്പോഴും ആവശ്യമാണ്. Hallelujah. ഹല്ലേലൂയ. Now the third level is fellowship with believers, fellow believers. മൂന്നാമത്തെ തലത്തിലുള്ള കാര്യമാണ് കൂട്ടായ്മ എന്നുള്ളത്. നമ്മുടെ കൂട്ടുവിശ്വാസികളുമായിട്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകണം. Take down the references. 1 John chapter 1 verse 7. 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാമത്തെ വചനം. 1 Corinthians 10, 16 and 17. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 16, 17. Hallelujah. Praise the Lord. So, which are the 3 levels of fellowships? Number 1. 3 തലത്തിലുള്ള കൂട്ടായ്മകൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത് ഏതാണ്? ഫെലോഷിപ്പ് വിത്ത് God. Number 2. ദൈവമായിട്ടുള്ളത്. വിത്ത് Fellowship with No. Fellowship with ministers of God. ദൈവിക ശുശ്രൂഷകരുമായിട്ടുള്ള കൂട്ടായ്മ. Then fellowship with believers. നിങ്ങളുടെ കൂട്ടുവിശ്വാസികളുമായിട്ടുള്ളത്. Tell me again, what is number 1? With God. Number 2. With ministers of God. Number 3. Hallelujah. Hallelujah. So when you hear about fellowships, you should picturize all these different levels of fellowship. അതുകൊണ്ട് നിങ്ങൾ കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ഓർക്കുമ്പോൾ ഈ 3 തലത്തിലുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടായ്മ എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിൽ വരണം. Hallelujah. Now there is a question. What about the people outside the church? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഒരു ചോദ്യം നിൽക്കുകയാണ്, സഭയ്ക്ക് പുറത്തുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? We should have a beautiful fellowship inside. But what about people outside? എന്നാൽ നമുക്ക് സഭയ്ക്കകത്തുള്ള ആളുകളുമായിട്ട് നല്ലൊരു കൂട്ടായ്മയുണ്ട്. എന്നാൽ വെളിയിലുള്ള ആളുകളുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് നടക്കേണ്ടത്? I will show you the Jesus method. ഞാൻ നിങ്ങൾക്ക് യേശുവിന്റെ മാതൃക കാണിച്ചു തരാം. Luke chapter 5. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം
verses 30 and 31. 30-31 വചനങ്ങൾ The Bible says, ബൈബിൾ പറയുന്നു, Jesus ate with tax collectors and sinners. യേശു കർത്താവ് അവിടെ പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷണം കഴിച്ചു. What is Jesus' method? യേശുവിന്റെ മെത്തേഡ് എന്തായിരുന്നു? Can you eat with people outside the church? സഭയ്ക്ക് പുറത്തുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടോ? കഴിക്കാമോ? Sorry. Yes? Yes or no? How many of you say yes? How many of you say no? Oh, very good. Good children. Hallelujah. Jesus ate with tax collectors and sinners. യേശു കർത്താവ് പാപികളോടും ചുങ്കക്കാരോടും കൂടെ ഭക്ഷണം കഴിച്ചിരുന്നു. Now let's read 2 Corinthians chapter 6 and verse number 14. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനത്തിലേക്ക് ഇനിയിപ്പോ നമുക്ക് വരാം. Do not be yoked together with unbelievers. For what do righteousness and wickedness have in common? Or what fellowship can light have with darkness? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം, അവിശ്വാസികളുമായി ചേർച്ചയില്ലാത്ത പങ്കാളിത്തം അരുത്. നീതിക്കും ദുഷ്ടതയ്ക്കും തമ്മിൽ എന്താണ് യോജിപ്പ്? വെളിച്ചത്തിനും ഇരുളിനും തമ്മിൽ എന്തു കൂട്ടായ്മ? Hello. So what do you understand? In the first verse, Jesus ate with non-believers, sinners. In the second verse, do not have fellowship with non-believers. ഇവിടെ എന്താണ് അർത്ഥമാക്കേണ്ടത്? ആദ്യം നാം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പാപികളുമായി ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ചുങ്കക്കാരുമായി ഭക്ഷണം കഴിക്കുന്നു, അവിശ്വാസികളുമായി ഭക്ഷണം കഴിക്കുന്നു. എന്നാൽ 2 കൊരിന്ത്യരിലേക്ക് വരുമ്പോൾ അവിടെ അവിശ്വാസികളുമായിട്ട് എന്ത് കൂട്ടായ്മ പാടില്ല എന്നാ പറയുന്നത്. What shall we do? ഇപ്പൊ നമ്മ എന്ത് ചെയ്യും? Where is the balance? അതിനു വേണ്ടിയിട്ട് ഒരു ബാലൻസ് നമുക്ക് വേണം. Where is the balance? എവിടെയാണ് ആ ബാലൻസ് വേണ്ടത്? Hallelujah. Can I tell you the solution? ഞാൻ അതിനുള്ള സൊല്യൂഷൻ മറുപടി നൽകട്ടെ? Are you ready? തയ്യാറാണോ? The association with non-believers can have only limited depth. അവിശ്വാസികളുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ ബന്ധം എല്ലായ്പ്പോഴും ഒരു പരിധിക്ക് ഉള്ളിലായിരിക്കണം. Can you say amen? Hallelujah. The real fellowship should be in the church. യഥാർത്ഥത്തിലുള്ള കൂട്ടായ്മ സഭയ്ക്കകത്തായിരിക്കണം. But with non-believers, we can associate with them, but there should be a limitation. അവിശ്വാസികളുമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് അവരുമായിട്ട് അസോസിയേഷൻ, ബന്ധപ്പെടലുകൾ ഉണ്ടായെന്നിരിക്കാം, പക്ഷെ ഒരു പരിധിക്കുള്ളിലായിരിക്കണം. It should be with only one intention. ഒരു ഇന്റൻഷന് വേണ്ടി, ഒരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരിക്കണം അത്. You know what? To win them over to Jesus. അവരെ യേശുവിലേക്ക് നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം നാം അവരുമായി ബന്ധപ്പെടേണ്ടത്. Hallelujah. This is what we teach in our church. ഇതാണ് ഞങ്ങൾ ഞങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്നത്. Never cut relationships with people. ജനങ്ങളുമായിട്ടുള്ള, അവിശ്വാസികളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും മുറിച്ചു മാറ്റരുത്. When I came to the Lord many years back, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, in the church where I used to attend, this was the teaching. ഞാൻ അറ്റൻഡ് ചെയ്തിരുന്ന, ഞാൻ പങ്കെടുത്തിരുന്ന സഭയിലെ പഠിപ്പിക്കലുകൾ ഇങ്ങനെയായിരുന്നു. They said, never have any association with non-believers. Non-believers-ഉമായിട്ട്, അവിശ്വാസികളുമായിട്ട് ഒരു ബന്ധവും നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. So I cut all the relationships with my relatives, friends and everyone. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ബന്ധുക്കളുമായിട്ടുള്ളതും കൂട്ടുകാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ മുറിച്ചു മാറ്റി. I never went to their homes anymore. അവരുടെ ഒന്നും വീടുകളിൽ ഞാൻ പോകില്ലായിരുന്നു. I never attended any function. ഞാൻ ഒരിക്കലും ഒരു ഫംഗ്ഷനും പങ്കെടുക്കില്ലായിരുന്നു. I was all by myself. ഞാൻ എല്ലായ്പ്പോഴും ഞാൻ തന്നെയായിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടി. My travels were only to the church and back home, church and back home, church home, church home. എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ സഭയും വീടും, സഭയും വീട്, വീടും സഭയും, വീടും സഭയും, സഭയും വീട്, ഇത് മാത്രമേ ഉള്ളായിരുന്നു. But many years later, ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ God opened my eyes. ദൈവം എൻ്റെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി. I read the scriptures properly. ഞാൻ ഈ വചനങ്ങൾ വ്യക്തമായി വായിക്കാൻ തുടങ്ങി. And I understood one thing. ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. Never cut relationships with our family or friends
or anyone outside. വെളിയിലുള്ള നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള നമ്മുടെ മിത്രങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഒരിക്കലും മുറിച്ചു മാറ്റരുത് എന്ന യാഥാർത്ഥ്യം ഞാൻ പിന്നീട് മനസ്സിലാക്കി. Somebody say hello. ഹലോ. Somebody say hello. ഹലോ. Never cut relationships. ബന്ധങ്ങളെ ഒരിക്കലും മുറിച്ചു മാറ്റരുത്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞ് ബന്ധങ്ങൾ മുറിച്ചു കളയരുത്. 2, 3, 4 പേരോട് പറ never cut relationships. Never cut the relationships. Hallelujah. Use every relationship to win the guy to the Lord. ഓരോ ബന്ധങ്ങളും ആ വ്യക്തിയെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നാം ഉപയോഗിക്കണം. Hallelujah. Hallelujah. Do you get my point? നിങ്ങൾക്ക് എന്റെ പോയിന്റ് പിടികിട്ടിയോ? If you have 10 friends, നിങ്ങൾക്ക് 10 കൂട്ടുകാരുണ്ടെന്നിരിക്കട്ടെ, always be in good relationship with them. എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം എല്ലായ്പ്പോഴും ഉണ്ടാക്കുക. After a few days or weeks, അടുത്ത ചില ദിവസങ്ങൾക്ക് ശേഷമോ ആഴ്ചകൾക്ക് ശേഷമോ they will be sitting in these empty chairs. ഈ കാലിക്കസേരകളിൽ അവരും നിങ്ങളോടൊപ്പം വന്നിരിക്കും. You missed the point. നിങ്ങൾക്ക് ആ പോയിന്റ് പിടിയിട്ടില്ല. Did you get the point? പോയിന്റ് കിട്ടിയോ? If you keep the relationships, അവരുമായി അവിശ്വാസികളുമായുള്ള ആ ബന്ധം നിങ്ങൾ പാലിച്ചാൽ tomorrow they will be coming with you to this fellowship. അവർ നിങ്ങളോടൊപ്പം ഈ കൂട്ടായ്മകളിൽ അടുത്ത ആഴ്ചകളിൽ വന്നിരിക്കും. Hallelujah. 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 One of the things I hate the most in my life is this. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യം ഇതാണ് empty chairs. കാലിക്കസേരകൾ. When I see an empty chair, something is boiling inside. ഒരു കാലിക്കസേര കണ്ടു കഴിഞ്ഞാൽ എന്റെ അകത്തുനിന്ന് എനിക്ക് ഇങ്ങനെ ദേഷ്യം വരും. And sometimes I command in the name of Jesus, somebody come and sit there. ചില സമയത്ത് ഞാൻ കൽപ്പിക്കാറുണ്ട്, യേശുവിന്റെ നാമത്തിൽ ആ കസേരയിൽ ആരെങ്കിലും വന്നിരിക്കണം. Hallelujah. Hallelujah. This I do in every meeting. ഇത് ഞാൻ എല്ലാ മീറ്റിംഗിലും ചെയ്യുന്ന ഒരു കാര്യമാണ്. Do you know what happened? എന്താണെന്നറിയാമോ? Lately in my meetings in many places, പിന്നീട് എന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള മീറ്റിംഗുകളിൽ even 3 times they started hiring chairs. 3 പ്രാവശ്യമൊക്കെ കസേരകൾ കൊണ്ടുവരേണ്ട സ്ഥിതി വന്നിട്ടുണ്ട്. And still people were waiting outside, standing in the sun. അപ്പോഴും ഈ 3 പ്രാവശ്യം കസേര ഇറക്കിയിട്ടും കസേര കിട്ടാതെ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. So this is a good idea. Hate empty chairs. അതുകൊണ്ട് ഒരു നല്ല ഐഡിയയാണ് കാലിക്കസേരകളെ വെറുക്കുക. Hallelujah. 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 Now, I'm going to tell you the significance of fellowship. കൂട്ടായ്മയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. Are you receiving something now? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്ന് പിടികിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? Hallelujah. Hallelujah. Do you learn something? നിങ്ങൾ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? You may think that this is very simple, but this is not very simple. This is very significant. ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇത് എളുപ്പം എന്ന് പറയുന്നതിനേക്കാൾ ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. Hebrew chapter 10. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലേക്ക് Verse വരിക. number 24 and 25. 24-25 വചനങ്ങൾ. Hallelujah. And let's consider how we may spur, meaning stimulate one another on toward love and good deeds. Let's not give up meeting together, that is fellowship, as some are in the habit of doing, but let's encourage one another, and all the more as you see the day approaching. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും വേണ്ടി പരസ്പരം പ്രേരിപ്പിക്കുവാൻ നമുക്ക് തീക്ഷ്ണത കാണിക്കാം. ചിലർ പതിവാക്കിയിട്ടുള്ളതുപോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ നമുക്ക് തമ്മിൽ പ്രബോധിപ്പിക്കാം. I think we should read it again. നമുക്കതൊരു പ്രാവശ്യം കൂടി വായിക്കണമെന്ന് ഞാൻ കരുതുന്നു. Let's consider how we may stimulate or spur one another on toward love and good deeds. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും വേണ്ടി പരസ്പരം പ്രേരിപ്പിക്കുവാൻ നമുക്ക് തീക്ഷ്ണത കാണിക്കാം. Let's not give up meeting together. ചിലർ പതിവാക്കിയിട്ടുള്ളതുപോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. That means fellowship, as some are in the habit of doing. ചിലർ പതിവാക്കിയിട്ടുള്ളതുപോലെ. Meaning some people are in the habit of just missing fellowships. അതിന്റെ അർത്ഥം ചില ആളുകൾക്ക് സഭായോഗങ്ങളെ പതിവായി ഒഴിവാക്കുന്നത് അത് അവരുടെ ഒരു പതിവാണ്. And finally it says, let's encourage one another,
and all the more as you see the day approaching. അതിനുശേഷം എഴുതിയിരിക്കുകയാണ്, നമുക്ക് തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കാം, നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികം അധികം ചെയ്യേണ്ടതാണ്. Because the day is approaching, the second coming of Jesus is approaching, we should increase the frequency of fellowship. ഇവിടെ പറയുന്ന ഇതാണ്, നാൾ സമീപിക്കുന്നു എന്ന് വെച്ചാൽ കർത്താവിന്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നത് കൊണ്ട് കൂട്ടായ്മയുടെ കാര്യത്തിൽ കൂടുതൽ കൂടുതൽ പ്രാവശ്യം നാം കൂട്ടായ്മ ആചരിക്കണം. Somebody say hallelujah. ഹല്ലേലൂയ. Hallelujah. If it is on a daily basis, that is very good. ഇത് എല്ലാ ദിവസവും എന്നുള്ള കണക്കിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. We have something called morning glory in our church. ഞങ്ങളുടെ സഭയിൽ മോർണിംഗ് ഗ്ലോറി എന്ന പേരിൽ ചിലതുണ്ട്. Every morning people come at 6 o'clock in the morning, they have a fellowship. എല്ലാ ദിവസവും രാവിലെ ജനങ്ങൾ 6 മണിക്ക് വരുന്നു. അവിടെ രാവിലെ തന്നെ ഒരു കൂട്ടായ്മ സഭയ്ക്കകത്ത് ചർച്ചിനകത്തുണ്ട്. And we have different cell group meetings going on in lot of families. അത് മാത്രമല്ല സെൽ ഗ്രൂപ്പ് മീറ്റിംഗുകൾ ഒത്തിരി കുടുംബങ്ങളിൽ നടന്നു വരുന്നു. Hallelujah. Maybe around 400 places cell group meetings are going on. ഇന്ന് ഏതാണ്ട് 400 സ്ഥലങ്ങളിലായിട്ട് സെൽ ഗ്രൂപ്പ് മീറ്റിംഗുകൾ In നടന്നുകൊണ്ടിരിക്കുകയാണ്. a week. ഒരു ആഴ്ചയിൽ. Meaning people are getting a lot of fellowships. അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് ഒത്തിരി കൂട്ടായ്മകൾ ലഭിക്കുന്നു. Are you with me? As the day approaches, we should have more and more fellowships. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും കൂട്ടായ്മകൾ അധികം അധികം ചെയ്യേണ്ടതാണ്. Hallelujah. Now I am going to give you something very very important. ഇനി ഞാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. Is your ear working? നിങ്ങളുടെ ചെവി പ്രവർത്തിക്കുന്നുണ്ടോ? ചെക്ക് ചെയ്ത് നോക്കുക. Everything is okay? ഓക്കേ ആണോ? Hallelujah. ഹല്ലേലൂയ. Now Matthew 18. ഇനി മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരിക. Matthew 18 verse number 19 and 20. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അതിന്റെ 19ഉം 20ഉം വചനങ്ങൾ. Are you there? When you reach there, shout hallelujah. എത്തിക്കഴിഞ്ഞാൽ ഒരു ഹല്ലേലൂയ പറയാൻ തുടങ്ങിയാലും. Without reaching, no hallelujah. എത്താതെ ഒരു ഹല്ലേലൂയയും പറയരുത്. Matthew 18 verse 19. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 19, 20 വചനങ്ങൾ. Are you there? എത്തിയോ? How many of you are there? Say hallelujah. All right. You should be with me. Very careful. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. വളരെ 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 ശ്രദ്ധാലുക്കളായി ഉണ്ടായിരിക്കണം. Again, I tell you that if two of you on earth agree without anything you ask, agree about anything you ask for, it will be done for you by my Father in heaven. ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Say hallelujah. ഹല്ലേലൂയ. What did you read? നിങ്ങൾ എന്താണ് വായിച്ചു കേട്ടത്? I tell you that if 2 of you, not too many, just 2 of you on earth agree about anything you ask for, it will be done for you by my Father in heaven. ഭൂമിയിൽ നിങ്ങൾ 2 പേർ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. Hallelujah. Tell your neighbor, this is the power of fellowship. ഇതാണ് അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, ഇതാണ് കൂട്ടായ്മയുടെ ശക്തി. What is this? കൂട്ടായ്മയുടെ ശക്തി. Can you increase the volume a little more? Hello, check. Thank you. Right. What is the power of fellowship? എന്താണ് കൂട്ടായ്മയുടെ ശക്തി? If any 2 of you come in agreement, the whole heaven will back you up. നിങ്ങളിൽ 2 പേർ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗം അതിന്റെ പിന്നിൽ നിൽക്കും. Hallelujah. Verse number 20. 20ാമത്തെ വചനം. For where 2 or 3 come together in my name, there am I with them. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. Did you listen to that? നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേട്ടുവോ? If 2 or 3 believers are coming together, 2
മൂന്നോ വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ Jesus will come in the midst of them. യേശു കർത്താവ് അതിന്റെ നടുവിൽ വന്ന് നിൽക്കും. In person. വ്യക്തിത്വത്തിൽ അവൻ വന്ന് നിൽക്കും. Hello. Touch somebody and say, this is the power of fellowship. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, ഇതാണ് കൂട്ടായ്മയുടെ ശക്തി. Hallelujah. What is the power of fellowship? എന്താണ് കൂട്ടായ്മയുടെ ശക്തി? Many people do not know the power of fellowship. ഒത്തിരി ആളുകളും കൂട്ടായ്മയിൽ പോകുന്നുണ്ടെങ്കിലും കൂട്ടായ്മയുടെ ശക്തി അറിയാത്തവരാണ്. Suppose two believers are meeting together. ഇപ്പോൾ രണ്ടു പേർ ഒരുമിച്ച് They കൂടുകയാണെങ്കിൽ are talking and talking and chatting. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. They don't know that the very presence of Jesus in person is in the midst of them. അവരുടെ നടുവിൽ വ്യക്തിത്വത്തിൽ സമ്പൂർണനായ യേശു കർത്താവ് നിൽക്കുന്നത് അവർക്കറിയില്ല. They don't know. അവർക്കറിയില്ല. Without knowing that, they are just spending time. അവരിതൊന്നും മനസ്സിലാക്കാതെ തന്നെയാണ് സമയം വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. Jesus will never violate his promises. He will always keep his word. യേശു കർത്താവ് ഒരിക്കലും തന്റെ വാഗ്ദാനങ്ങളെ വയലേറ്റ് ചെയ്യുന്നില്ല, മറിച്ച് അവൻ എല്ലായ്പ്പോഴും തന്റെ വാഗ്ദാനങ്ങളെ പാലിക്കുന്നു. What is the power of fellowship? എന്താണ് കൂട്ടായ്മയുടെ ശക്തി? According to these verses, number one, your prayers will be answered when you have fellowship with another person. നിങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ട് കൂട്ടായ്മ ആചരിക്കുമ്പോൾ അതിന്റെ ശക്തിയുടെ ഒന്നാമത്തെ കാര്യമാ പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുന്നു. Hallelujah. Tell your neighbor, when you have fellowship, your prayers will be answered. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, നിങ്ങൾക്ക് കൂട്ടായ്മയുണ്ടാകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. Hallelujah. If your prayer is unanswered, find somebody who can agree with you and start praying. The whole heaven will back you up. ഇതുവരെയും നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുമായി ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തി ആ വ്യക്തിയുമായി ചേർന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് സ്വർഗം മറുപടി തന്നിരിക്കും. Hallelujah. Number two, when you have fellowship, Jesus will come there personally. ഇനി രണ്ട്, നിങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കുമ്പോൾ യേശു കർത്താവ് വ്യക്തിപരമായി നിങ്ങളുടെ നടുവിൽ നിൽക്കും. Question number one. What is the power of fellowship? Tell me. ഒന്നാമത്തെ ചോദ്യം, എന്താണ് കൂട്ടായ്മയുടെ ശക്തി? Number one. എന്താണ്? That's right. 100 marks. 100 മാർക്ക്. പ്രാർത്ഥനയ്ക്ക് മറുപടി. Your prayer will be answered. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു. Answer 2. രണ്ടാമത്തെ എന്തായിരുന്നു ഉത്തരം? Jesus will be personally present. യേശു കർത്താവ് വ്യക്തിപരമായി സന്നിഹിതനാകുന്നു. Hallelujah. This I heard from a man of God. ഒരു ദൈവ മനുഷ്യന് ഞാൻ ഈ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. There is something called middle place theory. Have you heard of it? മിഡിൽ പ്ലേസ്, ഇടയിൽ നിൽക്കുന്ന തിയറി. മിഡിൽ പ്ലേസ്, മധ്യത്തിൽ. മധ്യസ്ഥലത്തിന്റെ സിദ്ധാന്തം. Have you heard of it? Middle place theory? In the Old Testament, പഴയ നിയമത്തിൽ God always dwelt among the cherubim. ദൈവം എല്ലായ്പ്പോഴും കെരൂബുകളുടെ ഇടയിലാണ് നിൽക്കുന്നത്. If you read the whole of Old Testament, you can see God loved to live among cherubim. പഴയ നിയമം മുഴുവൻ, ബൈബിൾ മുഴുവൻ നാം വായിച്ചു കഴിയുമ്പോൾ ദൈവം കെരൂബുകളുടെ ഇടയിൽ വസിക്കുവാൻ ഇഷ്ടപ്പെടുന്നതായി കാണും. Have you noticed that? നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? And they had similar kind of a tent in the wilderness. അതുപോലെ പഴയ നിയമത്തിൽ മരുഭൂമിയിൽ ഇതുപോലെയുള്ള കൂടാരങ്ങൾ ഉണ്ടായിരുന്നു. And the tent had 3 parts. ആ ടെന്റിന്, കൂടാരത്തിന് 3 ഭാഗമുണ്ടായിരുന്നു. One part is like this, up to this portion. ഒരു ഭാഗം ദാ ഈ കാണുന്നത് പോലെ നിൽക്കും. Another portion here. അടുത്ത ഭാഗം അതുപോലെ. Another portion there. അതിനപ്പുറത്ത് മൂന്നാമത്തെ ഭാഗം. When a person enters, he enters there first. അവിടെ ആ കൂടാരത്തിനകത്ത് ഒരു വ്യക്തി വരുമ്പോൾ ആദ്യം ആ ഭാഗത്താണ് വരുന്നത്. It was called outer court.
അതിനെ പറയുന്ന പേര് പ്രാകാരം എന്നായിരുന്നു. Then the next level, the second portion was called holy place. എന്നാൽ പ്രാകാരത്തിന് ഉള്ളിലായിട്ടുള്ള അടുത്ത ഭാഗത്തിന് പറഞ്ഞിരുന്ന സ്ഥലം വിശുദ്ധ സ്ഥലം എന്നായിരുന്നു. Then they had the third place called the most holy place. എന്നാൽ മൂന്നാമത്തെ ഏറ്റവും അകത്തുള്ള ഭാഗം അതിനെയാണ് അതിപരിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞിരുന്നത്. And in the most holy place there were the ark of the covenant. ഈ അതിപരിശുദ്ധ സ്ഥലത്തായിരുന്നു ദൈവത്തിന്റെ പെട്ടകം ഇരുന്നത്. And on that ark there were two cherubims like this, ഈ പെട്ടകത്തിന്റെ facing മുകളിൽ each other. ഈ പെട്ടകത്തിന്റെ മുകളിൽ രണ്ട് കെരൂബുകൾ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന രൂപമുണ്ടായിരുന്നു. Once a year the high priest used to enter the most holy place to pour the sacrificial blood between the cherubim at the throne of grace. ആണ്ടിലൊരിക്കൽ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്ന മഹാപുരോഹിതൻ താൻ യാഗം കഴിച്ച യാഗവസ്തുവിന്റെ രക്തം ഈ പെട്ടകത്തിന്റെ നടുവിൽ ഒഴിക്കുമ്പോൾ രണ്ട് കെരൂബുകളുടെ ഇടയിലായിട്ട് അദ്ദേഹം തളിക്കുന്നു. And if God pleased with the sacrifice, the Shekinah glory of God will come down and shine. ആ യാഗത്തിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി ആ കെരൂബുകളുടെ ഇടയിൽ ഇറങ്ങി വരുന്നു. Hallelujah. So remember one thing, my point is this, God always dwelt among whom? Cherubim. ദൈവം എല്ലായ്പ്പോഴും, എന്റെ പോയിന്റ് ഇതാണ്, ദൈവം എല്ലായ്പ്പോഴും കെരൂബുകളുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. Hallelujah. ഹല്ലേലൂയ. Because there was a middle place between two cherubim. അതായത് ഈ രണ്ട് കെരൂബുകളുടെ ഇടയിൽ ഒരു മധ്യസ്ഥാനമുണ്ട്. Hallelujah. When you read Ezekiel chapter 1, എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ there വായിച്ചാൽ also you can read about four cherubim, and upon their wings they carried the Shekinah glory. അവിടെ 4 കെരൂബുകളെ കുറിച്ച് എസെക്കിയേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈ 4 കെരൂബുകളുടെ ചിറകിന് മുകളിലാണ് ദൈവത്തിന്റെ തേജസ്സിനെ അവർ ചുമക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി അവർ ചുമക്കുന്നു. And when you come to the New Testament, ഇനി പുതിയ നിയമത്തിലേക്ക് നിങ്ങൾ വന്നാൽ God said, if two of you are coming together, I will dwell in the middle place. പഴയ നിയമത്തിൽ കെരൂബുകളുടെ ഇടയിൽ നിന്ന് അതേ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ 2 പേർ ഒരു കാര്യത്തിൽ ഒരുമനപ്പെട്ട് നിന്നാൽ അതിന്റെ മധ്യേ ഞാൻ ഇറങ്ങി വരാം. Hallelujah. So if there should be a middle place, there should be minimum 2 people. അതുകൊണ്ട് ഒരു മധ്യസ്ഥലം ഉണ്ടാകണമെങ്കിൽ കുറഞ്ഞത് 2 പേരും ഉണ്ടാകണം. And if there are 3 people, there will be more than one middle places. ഇനി 3 പേരാണ് ഇരിക്കുന്നതെങ്കിൽ മധ്യസ്ഥലം 1-ൽ കൂടുതൽ ഉണ്ടാകും. If there are 4 people, there will be more middle places. ഇനി 4 പേരിരിക്കുന്നുണ്ടെങ്കിൽ 2 പേരുടെ ഇടയിൽ മധ്യസ്ഥലം വെച്ച് നോക്കിയാൽ കൂടുതൽ മധ്യസ്ഥലം ഉണ്ടാകും. Hallelujah. Amen. And if there are more people, there will be many middle places. ഇനിയിപ്പോൾ ഇതുപോലെ ഇത്രയും പേരിരിക്കുകയാണ്, ഇതിനിടയിൽ മധ്യസ്ഥലം കൂടുതൽ ഉണ്ടായിരിക്കും. That means as the number of people that have gathered be increase, the more presence of God will come over there. അതിന്റെ അർത്ഥം കൂടുതൽ ആളുകൾ എത്രത്തോളം ദൈവത്തെ വിളിക്കാൻ കൂടി വരുമ്പോ അതിന്റെ ഇടയിൽ മധ്യസ്ഥലം വർദ്ധിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യവും അതിനകത്ത് വർദ്ധിക്കും. Hallelujah. Many years back our church was very, very small. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സഭ വളരെ വളരെ ചെറുതായിരുന്നു. At first there was only one pastor and one believer and one usher and one choir master, and everything was me. ഒരു സമയത്ത് അന്നത്തെ പാസ്റ്ററും വിശ്വാസിയും അഷറും കൊയറും എല്ലാം ഞാൻ തന്നെയായിരുന്നു. I preached to myself. ഞാൻ എന്നോട് തന്നെ അന്ന് പ്രസംഗിച്ചു. Hallelujah. But the Lord had given me a great vision and a big dream. ആ സമയത്ത് ദൈവം എനിക്ക് വലിയ ദർശനങ്ങളെ നൽകി. Then the church started growing. അതിനുശേഷം സഭ വളരാൻ തുടങ്ങി.
it became 5, 10, 15, 20, 30, 35, like that. അത് 5, 10, 15, 25, 30, 35 അങ്ങനെ വളരാൻ തുടങ്ങി. And this is what I experienced. ഞാൻ എനിക്ക് അനുഭവമായിട്ടുള്ളൊരു കാര്യം ഇതാണ്. As the number of people increased, the presence of God also increased. ആളുകളുടെ എണ്ണം വർദ്ധിച്ചതിനനുസരിച്ച് ദൈവ സാന്നിധ്യവും വർദ്ധിക്കുന്നത് ഞാൻ കണ്ടു. Hello. Now I know the reason. ഇപ്പോ എനിക്ക് ഇതിന്റെ ഉത്തരം പിടികിട്ടി. If 10 people are praising the Lord, 10 പേര് ഒരുമിച്ച് ദൈവത്തെ of course ആരാധിക്കുകയാണെങ്കിൽ there will be the presence of God. അവിടെയും ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കും. But when people increase, എന്നാൽ ജനങ്ങൾ വർദ്ധിക്കുമ്പോൾ there will be more middle place. മധ്യസ്ഥാനം വർദ്ധിക്കുകയാണ്. And the presence of God also will increase. ആ ദൈവത്തിന്റെ സാന്നിധ്യം അതുകൊണ്ട് കൂടുതലായി വർദ്ധിക്കുന്നു. Hallelujah.